ഹായ് ഡി ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലായിരിക്കും. ഇതൊരു ചെറിയൊരു വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലൊരു വെജിറ്റബിൾ പഫ്സിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയറായിട്ട് നല്ല ബേക്കറി സ്റ്റൈലിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു പഫ്സിൻ്റെ റെസിപ്പിയാണ്. പിന്നെ കുറച്ച് റമദാൻ വിശേഷങ്ങളും. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ ഏതാ ഉച്ചയ്ക്ക് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ, കൗണ്ടർ ടോപ്പിൻ്റെ ഓരോ മൂലയിലായിട്ട് ഓരോ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ദിവസം മുമ്പേ ഞാൻ ടിഷ്യൂവിൽ ചെറുപയർ മുളപ്പിച്ചെടുത്തതാണ്. കുറച്ച് ഇലയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്, 2 ഇലയെല്ലാം വന്ന് തുടങ്ങുന്നുണ്ട് ചിലതിന്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മണ്ണില്ലാണ്ടും ഇങ്ങനെ കൊക്കോപ്പീറ്റ് ഇല്ലാണ്ടും വെറും ടിഷ്യൂ വെച്ചിട്ട് മാത്രം ഇങ്ങനെ മൈക്രോ ഓർഗാനിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എല്ലാം തിക്കായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ബാക്കി ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പഫ്സിൻ്റെ പരിപാടിയിലൊക്കെ ഞാൻ കടന്നത് കണ്ടില്ല. നല്ല സൂപ്പർ പഫ്സാണ്, കാണുമ്പോൾ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിനു മുമ്പ് ഞാനൊരു എഗ് പഫ്സിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റമദാൻ വ്ളോഗിൽ തന്നെ. അപ്പോൾ ഡെയിലി നമുക്ക് ഓരോന്ന് ഉണ്ടാക്കണം, എന്തായാലും ഒരു ചായൻ്റെ കടി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മുട്ടയും വേണ്ട, ചിക്കനും വേണ്ട, അതൊക്കെ ഏകദേശം നിന്നും മടുത്തു. അതുകൊണ്ടാണ് വെജിറ്റബിൾ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് 2 ഉള്ളി നന്നായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത്. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇതാ ഒരു ചീനച്ചട്ടിയിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയെന്ന്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്നിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴച്ചെടുക്കുക ഇതെല്ലാം കൂടി. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്, നമ്മുടെ പച്ചപ്പട്ടാണി കടല. ഒന്ന് വേവിച്ചിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഫ്സ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് എല്ലാവർക്കും കൺഫ്യൂഷനും ഒരു ചെറിയൊരു ടെൻഷൻ, അത് കറക്റ്റായി വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ്. നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതി. അപ്പോൾ ഇനി നമുക്ക് മൈദയിലേക്ക് കുറച്ച് ബട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ആവശ്യത്തിന് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ ബട്ടർ ഇട്ടാൽ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ലെയറായി വരാനും നല്ലോണം സഹായിക്കും. അപ്പോൾ ഇതാ ബട്ടർ ഇട്ട് ഇതിൻ്റെ മൈദയെല്ലാം നല്ലൊന്ന് കൈ ഒഴിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാ വെള്ളം എടുത്തിട്ടുള്ളത്, സാധാ പച്ചവെള്ളം. നല്ല പെർഫെക്റ്റായിട്ട് കുഴക്കാൻ വേണ്ടി ഞാനിവിടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നന്നായി കുഴക്കുന്നു അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോല് കിട്ടും നമുക്ക്. ഇനി ഒരു 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഷേപ്പാക്കി കൊടുക്കാം, നല്ല പെർഫെക്റ്റ് റൗണ്ടിലാക്കിയിട്ട്. പിന്നെ നമുക്കിതാ കുഞ്ഞു കുഞ്ഞു പൂരീൻ്റെ സൈസിലുള്ള ബോളാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-12 ബോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിന്നൊരു ചട്ടിപ്പത്തിരീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, കോഴിക്കോടൻ ചട്ടിപ്പത്തിരീൻ്റെ. അപ്പോൾ അതിന് ഇതൊരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തത്. ഓരോന്നിങ്ങനെ ഓരോ പൂരീൻ്റെ ഷേപ്പാക്കാം. പിന്നെ അതൊന്ന് മാറ്റി വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ തടവി കൊടുക്കാം. ബട്ടർ ഫുള്ളായിട്ട് തടവി കൊടുക്കണം അതിൻ്റെ മുകളിൽ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കോൺഫ്ലോർ വിതറി കൊടുക്കാം. ഇങ്ങനെ ഓരോ ബോൾ നമുക്ക് പരത്തിയെടുത്തിട്ട് അട്ടിക്ക് വെക്കാം. എല്ലാം ഒന്നിച്ചിട്ടാണ് ഞാൻ വെച്ചത്. ഏകദേശം ഒരു 10-12 ബോൾ ഒന്നിച്ച് പരത്തി അട്ടിക്ക് വെക്കുക ഞാൻ ചെയ്തത്. അതാകുമ്പോൾ കുറേ സിമ്പിളാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിലും ബട്ടർ വരട്ടി കൊടുക്കാം, പിന്നെ കോൺഫ്ലോർ വിതറി കൊടുക്കുക. ഇത് സെയിം പ്രൊസീജിയർ ഇങ്ങനെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് 10-12 ആവുന്നില്ലെങ്കിൽ ഒരു 4-5 ഒന്നിച്ചാക്കിയാലും മതി. പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക അതിന് പകരം. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് പരത്തി ഒരു വലിയ ഷീറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബട്ടറൊക്കെ പരത്തിയോണ്ട് പെട്ടെന്ന് തന്നെ നല്ല മൂവ് ആകുന്നുണ്ട്, വേഗം തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ സൈഡിലും ഒരുപോലെ പരത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ഒരുപാട് തിന്നാക്കി ഇതെടുക്കേണ്ട, നമുക്കറിയാമല്ലോ പഫ്സിൻ്റെ ഷീറ്റ് എത്രമാത്രം കട്ടിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കട്ടിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇത് ഓരോ പഫ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് നമ്മൾ റെഡിയാക്കിയെന്ന്. അപ്പോൾ അതിന് തീരെ ഷേപ്പില്ലാത്ത അതിൻ്റെ സൈഡിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് ഓരോ പഫ്സിന് വേണ്ട ഷീറ്റ് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ക്വയറായിട്ട്. പിന്നെ ഒരു മുട്ടേൻ്റെ വെള്ളം എടുത്ത് ഇവിടെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് എഗ് വാഷ് കൊടുക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് പഫ്സ് ഉണ്ടാക്കുമ്പോൾ ഏതായാലും ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ അകത്തൊന്ന് കൊടുത്തു എന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. കാരണം ഏതായാലും ഒരു മുട്ടേൻ്റെ വെള്ളം എടുത്ത് ഇത് ബാക്കിയാവും എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഗ് വാഷ് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ സാധാരണ നമ്മൾ ബേക്കറി കാണുന്ന ഇതാ നേരെ രണ്ടായിട്ടായത് മടക്കില്ലേ. എഗ് പഫ്സ് മടക്കും പോലെ 4 കോർണറൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. തന്നെ അപ്പുറത്തെ ഒരു തലയെടുത്ത് ഈ ഒരു സൈഡിലൊന്ന് പറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഒട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുന്നില്ലെങ്കിൽ ഒന്ന് വെള്ളം വെച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ 2 സൈഡ് ക്ലോസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കാണാറില്ലേ ബേക്കറിയിലൊക്കെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാണാം, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. എല്ലാം നല്ല ക്ലോസ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത് ഓവനിൽ ട്രേയിൽ ഫോയിൽ വെച്ചിട്ട് അതിൽ നന്നായി എണ്ണ തടവുക. പിന്നെ നമുക്കിതെല്ലാം വെച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഒന്നിൻ്റെ മുകളിൽ ഒന്നാവാണ്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി എഗ് വാഷ് കൊടുക്കാം. അപ്പോൾ നന്നായി ഇങ്ങനെ മുട്ട തേച്ച് പിടിപ്പിച്ചാൽ നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും, നല്ലൊരു ക്രിസ്പിയും ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണാറില്ലേ ഈ പഫ്സിൻ്റെ മുകളിലൊക്കെ നല്ലൊരു മൊരിഞ്ഞൊരു കളറ്, ഗോൾഡൻ കളറ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 200 ഡിഗ്രിയിൽ. അപ്പോൾ ഇത് നടുവിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം. അപ്പോൾ പഫ്സ് ആകുമ്പോഴേക്കും ഞാനിവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെ പരത്തിച്ചുവിടുന്ന എന്തെങ്കിലും അപ്പം ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലോഡ് പാത്രമൊക്കെ കഴുകാനുണ്ടാവില്ല, സ്പൂണും പാത്രമെല്ലാം വേറെയും. അപ്പോൾ ഇതൊന്നും കഴുകിയാൽ തന്നെ പകുതി മനസ്സമാധാനം, പ്രത്യേകിച്ച് നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതാദ്യം വേഗം ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് കിച്ചണിൽ എപ്പോഴും തീരാത്തൊരു പണിയാണ് ഈ കഴുകിക്കൊണ്ടേയിരിക്കൽ. പിന്നെ ഇതാ കൗണ്ടർ ടോപ്പും കൂടി ഉണ്ടായിരുന്നു, അത് നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഏകദേശം ബാങ്കിൻ്റെ സമയം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലാണ്. പിന്നെ ജ്യൂസും എല്ലാം വേഗം വേഗം ഉണ്ടാക്കി. ഫ്രൂട്ട്സ് ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ഫ്രൂട്ട്സിൽ നമ്മൾ പരമാവധി വൈറ്റമിൻ സി ഉള്ളത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ കൊറോണൻ്റെ ഒരു സമയമായതുകൊണ്ട് പരമാവധി എല്ലാവരും തണുത്ത വെള്ളം നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അപ്പോഴേക്കിതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ പഫ്സ് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിലാണ്, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടാണ് വന്നത്. എനിക്കെൻ്റെ സൈഡിൽ കണ്ടാൽ മനസ്സിലാവും, ലെയറെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അത് എത്രത്തോളം ക്രിസ്പിയാന്ന് ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പ് 11ൻ്റെ നോമ്പ് മുറിയെല്ലാം വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞ്. അപ്പോൾ ഒരു സ്നാക്ക് നമ്മളതും എന്നത്തെയും പോലെ തന്നെ ഒരു സ്നാക്ക് നമ്മുടെ ഫാത്തിമാൻ്റെയാണ്. അങ്ങനെ നോമ്പ് മുറിയും ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടിതാ ഡിന്നറിൻ്റെ പരിപാടിയിലേക്ക്. അപ്പോൾ കുഴിമന്തി ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുഴിമന്തീൻ്റെ റെസിപ്പിയും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നാണ് വിചാരിച്ചപ്പോൾ അപ്പോഴേക്കും വീഡിയോ നല്ല ലെങ്തി ആവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് പിന്നെ അത്താഴത്തിന് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു കട്ടൻ ചായയും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.